ഇനി നമുക്ക് രണ്ട് പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ EOQ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആൻഡ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഒക്കെയാണ് അതിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ EOQൻ്റെ കേസിൽ നമ്മൾ EOQ എങ്ങനെ കാണുന്നതെന്നുള്ള ഇക്വേഷൻ നോക്കിയിട്ടുണ്ട്. EOQ കാണുന്ന ഇക്വേഷൻ നോക്കിയിട്ടുണ്ട്. √2 × B × CO / CH. ആൻഡ് അതുപോലെ തന്നെ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് EOQ കാണുന്ന ഇക്വേഷൻ ഇതാണ്. √2 × D × CO × CH എന്ന് പറയുന്നത്. TIC അതായത് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഇൻ കേസ് മറ്റ് ഓർഡർ ക്വാണ്ടിറ്റീസിലാണെന്നുണ്ടെങ്കിൽ, EOQ അല്ലാത്ത മറ്റ് ഓർഡർ ക്വാണ്ടിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റ് ഇക്വേഷനാണ്, ആദ്യത്തെ ഇക്വേഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ ആനുവൽ ഓർഡറിങ് കോസ്റ്റും ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റും ഇത് രണ്ടും കൂടെ കണ്ടിട്ട് ആഡ് ചെയ്യാണ് അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ചെയ്യേണ്ടത്. രണ്ടും കാണാനുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് നോർമൽ കേസസിൽ കാണുന്നത്. EOQ ആവുന്ന സമയത്ത് TIC ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇനി നോക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ആനുവൽ ഡിമാൻഡ് ഫോർ ആൻ ഐറ്റം ഈസ് 3200 യൂണിറ്റ്. ആനുവൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? D 3200 യൂണിറ്റ് ആണ് ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ യൂണിറ്റ് കോസ്റ്റ് ഈസ് ₹6 ആൻഡ് ഇൻവെൻറ്ററി ക്യാരിയിങ് ചാർജസ് 25% പെർ ആനം. യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? C ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയാം. അത് 6 ആണെന്നാണ് പറഞ്ഞത്. സോ C = 6 ആൻഡ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് 25% ആണ്. അതായത് I എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് CH കാണാൻ പറ്റും. CH എന്ന് പറയുന്നത് C × I ആണ്. യൂണിറ്റ് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും CH ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 6ൻ്റെ 25% ആണ് CH ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1.5. പിന്നെ നമുക്ക് EOQ കാണാൻ വേണ്ടി വരുന്ന അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് CO ആണ്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ വരുന്നത് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ കോസ്റ്റ് അറ്റ് വൺ പ്രൊക്യൂർമെൻറ്റ് ഈസ് ₹150, അതായത് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ വരുന്നത്, അതാണ് നമുക്ക് ഇവിടെ സാധനം ഓർഡർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 150 ആണ്. പ്രൊക്യൂർമെൻറ്റ് എന്നോ അല്ലെങ്കിൽ സെറ്റപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് 150 ആണ്. അപ്പോൾ CO എന്ന് പറയുന്നത് 150 ആണ്. ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ കാണണം? EOQ കാണണം, ദെൻ നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ, ദെൻ ടൈം ബിറ്റ്വീൻ 2 consecutive years, consecutive orders, ദെൻ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റും ടോട്ടൽ ഒപ്റ്റിമൽ ഇൻക്ലൂഡിങ് പർച്ചേസ് കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റാണ്, അതായത് TIC പ്ലസ് പർച്ചേസ് കോസ്റ്റ് എത്രയാണെന്നുള്ളത്. ഇനി അതിൽ ഓരോന്നോരോന്നായിട്ട് നോക്കുക. EOQ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √2 × D × CO / CH. അത് എല്ലാതും നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാതും അറിയാം. D = 3200 ആണ് ആൻഡ് CO എന്ന് പറയുന്നത് 150 ആണ്, CH എന്ന് പറയുന്നത് 1.5 ആണ്. സോ EOQ എന്ന് പറയുന്നത് 800 യൂണിറ്റ് ആണ്. അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ല. ദെൻ രണ്ടാമത് പറഞ്ഞത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ, അതായത് ഒരു ഇയറിൽ നമ്മൾ എത്ര ഓർഡറോ പ്ലേസ് ചെയ്യേണ്ടി വരും, എത്ര ഓർഡേഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാനുള്ള ഇക്വേഷൻ D / Q ആണ്. D എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒരു ലോട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്. ഒരു ലോട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് EOQ എന്ന് പറയുന്നത് ഒപ്റ്റിമം ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഓർഡറിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി 800 യൂണിറ്റ് ആണ്. ഒരു ഓർഡർ നമ്മൾ കൊടുത്താൽ 800 യൂണിറ്റിൻ്റെ ഒരു ഓർഡറാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് 800 യൂണിറ്റ് ആണ്. അതല്ലാതെ നമുക്ക് വേറെ ഒരു ക്വാണ്ടിറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് D 3200 ഡിവൈഡഡ് ബൈ Q 800 ചെയ്താൽ 4 ആണെന്ന് കിട്ടും. നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ 4 ആണ്. ഓക്കെ, ദെൻ മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് ടൈം ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ്. 2 ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എത്ര ടൈം വേണം, 2 ഓർഡേഴ്സ് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്.
ഓക്കെ, അത് ചിലപ്പോൾ 2 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടേക്കും അടുത്ത ഓർഡർ കൊടുക്കുക. ചിലപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ട് ചില സമയങ്ങളിൽ ഒരു വീക്ക് കഴിഞ്ഞാൽ തന്നെ അടുത്ത ഓർഡർ കൊടുക്കേണ്ടി വരും. ഈ ടൈം ഗ്യാപ്പ് നമുക്ക് കണ്ടെത്തണം. ഈ ടൈം ഗ്യാപ്പ് കണ്ടെത്താൻ നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. Q ഡിവൈഡഡ് ബൈ D. T ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ D. Q അറിയാം നമുക്ക് 800 ആണ്, ഡിവൈഡഡ് ബൈ 3200, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 4. 1/4 ഇയർ, ഒരു ഇയറിൽ, അത് നമുക്ക് ഇയർലി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആനുവലി ആണ് നമുക്ക് തന്നതെങ്കിൽ ആനുവൽ ടേംസിലായിരിക്കും ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ 1/4 ഇയർ എന്നാണ് പറയുന്നത്. ഓക്കെ, 1/4 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1/4 ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 തവണയായിരിക്കും ഓർഡർ കൊടുക്കേണ്ടി വരിക. അതായത് 4 ടൈം ഗ്യാപ്പ് ഉണ്ടാകും. 1/4 തന്നെ 12 ഇൻറ്റു 1/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 ആണെന്ന് കിട്ടും. ഒരു കൊല്ലം 12 മാസം ഉണ്ടെങ്കിൽ 12 ഇൻറ്റു 1/4 ചെയ്താൽ 3 മന്ത് ആണെന്ന് കിട്ടും. അതായത് ആദ്യത്തെ ഓർഡർ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ, ദെൻ വീണ്ടും 3 മാസം കഴിഞ്ഞ് അടുത്ത ഓർഡർ, വീണ്ടും 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ, ആൻഡ് 3 മാസം കഴിഞ്ഞ് അടുത്ത ഓർഡർ. 4 ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പായിട്ട് 3 മന്ത് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ T ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഇയേഴ്സിലാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇയേഴ്സ്, അല്ലെങ്കിൽ മന്ത് ആണെങ്കിൽ മന്ത്, ഡേയ്സ് ആണെങ്കിൽ അങ്ങനെ, ഓർ വീക്സ് ആണെങ്കിൽ അത് നിങ്ങൾ ക്ലിയർലി അത് പറഞ്ഞിട്ടുണ്ടാകണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് ആവുന്ന സമയത്ത് നമുക്കത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 4 ആണെങ്കിൽ 4 എന്ന് എഴുതിയാൽ മാത്രം മതി. ടൈം ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മന്തോ ഇയറോ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 3 മന്ത് ആണെന്ന് കിട്ടി. ഞാൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ഇൻവെൻ്ററി കോസ്റ്റ് ആണ്, TIC കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ EOQ ആണ് നമ്മളുടെ ഓർഡറിന് ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. √2 ഇൻറ്റു D ഇൻറ്റു CO ഇൻറ്റു CH, ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുണ്ട് 2 ഇൻറ്റു 3200 ഇൻറ്റു 150 ഇൻറ്റു 1.5. റൂട്ട് കണ്ടു കഴിഞ്ഞാൽ 1200 ആണെന്ന് കിട്ടും. അതെന്താണ്? അത് കോസ്റ്റാണ്, യൂണിറ്റ് അല്ല. അവിടെ നമ്മൾ റുപ്പീസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. റുപ്പീസാണ്, കോസ്റ്റാണ്. നേരത്തെ നമ്മൾ കണ്ടത് EOQ ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറയണം. ടൈം ആണെന്നുണ്ടെങ്കിൽ മന്തോ ഇയറോ ഏതാണെന്ന് വെച്ചാൽ പറയണം. ആൻഡ് കോസ്റ്റ് ആണെങ്കിൽ റുപ്പീസാണ് നിങ്ങളോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ TIC ആയി. പിന്നെ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ഒപ്റ്റിമൽ കോസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് പർച്ചേസ് കോസ്റ്റ്. ഒപ്റ്റിമൽ കോസ്റ്റ് അല്ലെങ്കിൽ ആനുവൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TIC പ്ലസ് പർച്ചേസ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ TIC ഓൾറെഡി കിട്ടി 1200 ആണ്. ഇനി നമുക്ക് പർച്ചേസ് കോസ്റ്റും കൂടെ അറിയണം. പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? അത് നമ്മൾ ആദ്യം ഇക്വേഷൻസ് പറഞ്ഞ സമയത്ത് നോക്കിയിട്ടുണ്ടാകും. C ഇൻറ്റു D ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കോസ്റ്റാണ്. അതായത് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റാണ് C എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6. ഓക്കെ, അങ്ങനെയുള്ള 3200 യൂണിറ്റ് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ 3200 ആണ് നമ്മളുടെ ആനുവൽ ഡിമാൻഡ്. അപ്പോൾ 3200 യൂണിറ്റ് നമ്മൾ ഈ ഒരു 6 രൂപ വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും എത്ര കോസ്റ്റ് വരും? അതാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. എപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നത് മാത്രമായിരിക്കില്ല, ചിലപ്പം പ്രൊഡക്ഷൻ്റെ കോസ്റ്റും ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് C ഇൻറ്റു D. C ഇൻറ്റു D എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു ആനുവൽ ഡിമാൻഡ്, C ഇൻറ്റു I. ഓക്കെ, അവിടെ നിങ്ങൾ CHO CO കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, C മാത്രമാണ് നോക്കേണ്ടത്. C ഇൻറ്റു D 6 ഇൻറ്റു 3200, ദാറ്റ് ഈസ് 19200 ആണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒപ്റ്റിമൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? TIC പ്ലസ് പർച്ചേസ് കോസ്റ്റ് ആയിരിക്കും. ഈ 2 കോസ്റ്റും കൂടെ കൂടിയതാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. 20,400, 20,400 ആണ് ഈ പ്രോബ്ലത്തിൽ കിട്ടുന്ന ഒപ്റ്റിമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഏകദേശം ഇക്വേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. EOQ കാണാനുള്ളതും, നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ളത്, ടൈം ഗ്യാപ്പ് കാണാനുള്ളത്, ദെൻ TIC കാണാനുള്ളതും, ടോട്ടൽ കോസ്റ്റ് കാണാനുള്ളതും, ഇതൊക്കെ വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. ഇത് ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് 2 ടൈപ്പ് കോസ്റ്റ് വരികയാണെങ്കിൽ, അതായത് ആദ്യം നമുക്കൊരു
സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. ആൻഡ് അതേ നമ്പർ ഓഫ് യൂണിറ്റിനെ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇക്വേഷൻസ് ഒന്നും പുതിയതായിട്ട് വരുന്നില്ല. അവിടെ നിങ്ങൾ ലോജിക് അപ്ലൈ ചെയ്യുന്നതിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി അത് നോക്കുക. എ ഫാക്ടറി റിക്വയർസ് 1500 യൂണിറ്റ്സ് ഓഫ് എൻ ഐറ്റം പെർ മന്ത്, ഈച്ച് കോസ്റ്റിംഗ് ₹27. ഓക്കെ, അപ്പോൾ അവിടെ ആനുവൽ ഡിമാൻഡ് 1500 ആണ്, അതും പെർ മന്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, പെർ മന്താണ് തന്നിട്ടുള്ളത്, ഒന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ഈച്ച് കോസ്റ്റിംഗ് ₹27. അപ്പോൾ സി എന്ന് പറയുന്നത് 27 ആണ്. ദെൻ ദ കോസ്റ്റ് പെർ ഓർഡർ ഈസ് 150. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 150 ആണ്, ദാറ്റ് ഈസ് CO 150 ആണ്. ആൻഡ് ദ ഇൻവെൻറ്ററി ക്യാരിയിങ് ചാർജസ് വർക്ക് ഔട്ട് ടു 20% ഓഫ് ദ ആവറേജ് ഇൻവെൻറ്ററി. ഇനി ആവറേജ് ഇൻവെൻറ്ററി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. അതായത് C ഇൻറ്റു I. C എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. ആൻഡ് I ഇപ്പോൾ പറഞ്ഞു 20% ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CH എത്രയാണ് വരിക? 27ൻ്റെ 20%, 5.4 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട്. ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EOQ കാണണം, നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ കാണണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? EOQ ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയറും കാണണം. ബാക്കിയുള്ളത് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കാണേണ്ടത് അതായത് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ കാണേണ്ടത് EOQ ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. പിന്നെ അടുത്ത പാർട്ടായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? വുഡ് യു ആക്സെപ്റ്റ് അറ്റ് 2% പ്രൈസ് ഡിസ്കൗണ്ട് ഓൺ എ മിനിമം സപ്ലൈ ക്വാണ്ടിറ്റി ഓഫ് 1200 നമ്പേഴ്സ്? കമ്പയർ ദ ടോട്ടൽ കോസ്റ്റ് ഇൻ ബോത്ത് ദ കേസസ്. വുഡ് യു ആക്സെപ്റ്റ് 2% പ്രൈസ് ഡിസ്കൗണ്ട്? അതായത് 1200 ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ഓർഡർ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു 2% പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, EOQ അല്ലാതെ നമ്മൾ ഒരു ഓർഡറിൽ 1200 യൂണിറ്റ് വരുന്ന ഒരു ഓർഡർ നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ 2% പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ബെറ്റർ ആണോ, ഓർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. കമ്പയർ ദ ടോട്ടൽ കോസ്റ്റ് ഇൻ ബോത്ത് കേസസ്. ഈ രണ്ട് കേസിലും, അതായത് EOQ വരുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റും ആൻഡ് അതുപോലെ 1200 ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള ഓർഡർ സ്വീകരിക്കുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റും കമ്പയർ ചെയ്തിട്ട് നിങ്ങളിതിൽ ഏത് ഓപ്ഷനാണ് ആക്സെപ്റ്റ് ചെയ്യുക, ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവിടെ ആകെ ഒരു നോക്കേണ്ട കാര്യം 1500 യൂണിറ്റ്സ് പെർ മന്താണ് തന്നത്, അത് നമ്മൾ ആനുവലി ആക്കിയിട്ട് മാറ്റണം. 1500 ഇൻറ്റു അത് 12 ചെയ്ത് കഴിഞ്ഞാൽ 18,000 ആണ് നമുക്ക് കിട്ടുക. പെർ ഇയറിലേക്ക് വെക്കണം. അത് വെച്ചിട്ട് നമുക്ക് Q ഈസി ആയിട്ട് കാണാം. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് Q കിട്ടും. EOQ എത്രയാണെന്ന് കിട്ടും. ആ EOQ വെച്ചിട്ട് പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയാണെന്നുള്ളതാണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് എങ്ങനെയാണ് കാണുക? D/Q. D 18,000 ആണ്. ആൻഡ് Q ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1000 ആണ്. അപ്പോൾ 18 പെർ ഇയർ, ഒരു ഇയറിൽ 18 ഓർഡറാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്ക് കിട്ടി. അതുവരെ ഉള്ളത് ഓക്കെയാണ്. ദെൻ TIC, ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് കോസ്റ്റും പിന്നെ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റും TICയും പർച്ചേസ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യാണ്. ഇത് ഇവിടെ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാം. ഇതിൽ ആദ്യത്തെ പാർട്ട് TIC ആണ്. TIC കാണാനുള്ള EOQൻ്റെ കേസിൽ TIC കാണാനുള്ള ഇക്വേഷനാണ്. ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് √2 × D × CO × CH. ഓക്കെ, അത് 2 × 18,000 × 150 × 5.4 ചെയ്ത് കഴിഞ്ഞാൽ 5,400 ആണെന്ന് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് കോസ്റ്റ് കാണാം. പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ C × D ആണ്. അതായത് C ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 27 ആൻഡ്
ഡി എന്ന് പറയുന്നത് 18,000 ആണ്. 27 ഇൻറ്റു 18,000 4,86,000. ഓക്കെ, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കണ്ടിട്ട് അത് രണ്ടും കൂടെ ഫൈനലി ആഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? TICയും വേണം, ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റും വേണം, പർച്ചേസ് കോസ്റ്റും വേണം. ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഇൻ കേസ് ഓഫ് EOQ കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്, റൂട്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് പർച്ചേസ് കോസ്റ്റ് C ഇൻറ്റു Dയുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ കേസിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടിയത് ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ ആനുവൽ കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ കോസ്റ്റ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും ചോദിക്കും. ടോട്ടൽ കോസ്റ്റാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് 1200 ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള മിനിമം സപ്ലൈ വെച്ചിട്ടുള്ള ഒരു ഓർഡറാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ 2% പ്രൈസ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഓപ്ഷൻ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1200 നമ്പേഴ്സ് വെച്ചിട്ടുള്ള അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണണം. ഓക്കെ, ഇനി അതെങ്ങനെ കാണുക? അവിടെ ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട്. ഇവിടെ തൊട്ട് മുകളിലത്തെ ഈ ഒരു ഏരിയയിൽ നമുക്ക് Q എന്ന് പറയുന്നത് എത്രയാണ്? EOQ. Q എന്ന് പറയുന്നത് അവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് EOQ ആണ്, 1000 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയതാണ് 1000. ഓക്കെ, അവിടെ Q എന്ന് പറയുന്നത് EOQ ആയിട്ടാണ് നമ്മൾ എടുത്തത്. EOQ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് Q എന്ന് പറയുന്നത് 1200 ആണ്. ഓക്കെ, അവിടെ നമ്മൾ EOQ വെച്ചിട്ടല്ല കാണുന്നത്, ഇവർ പറഞ്ഞിട്ടുള്ള 1200 ക്വാണ്ടിറ്റിയിലതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? Q = 1200 ആണ്. അവിടെ ക്വാണ്ടിറ്റി ഒരു ലോട്ടിലുള്ള അല്ലെങ്കിൽ ഒരു ഓർഡറിലുള്ള ക്വാണ്ടിറ്റി 1200 ആണ് ആൻഡ് നോട്ട് 1000. ഓക്കെ, ദെൻ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സിയിലും വ്യത്യാസം വരുന്നുണ്ട്. കോസ്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2% പ്രൈസ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കോസ്റ്റിൽ 2% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിലവിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, അപ്പോൾ 27-ന് 2% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കോസ്റ്റ് എത്രയേ ഉണ്ടാവുള്ളൂ? 26.46 ഉണ്ടാവുള്ളൂ. ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ? 27-ൻ്റെ ബാക്കി 98% കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോക്കിയാലും മതി. 27-ൻ്റെ 2% എന്ന് പറഞ്ഞാൽ 0.54 ആണ് വരുന്നത്. ഓക്കെ, 27-ൻ്റെ 2% 54 ആണ്. അത് ഡിസ്കൗണ്ട് കഴിച്ചാൽ 27-ന് 0.54 മൈനസ് ചെയ്താൽ ബാക്കി 26.46 ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 27-ൻ്റെ ബാക്കി 98% കണ്ടാലും മതി, 26.46. അവിടെ ചെയ്തത് എന്താ? നിങ്ങൾ ഈ ഓർഡറാണ് സ്വീകരിക്കുന്നതെങ്കിൽ 1200 വെച്ചിട്ടുള്ള ഓർഡറാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 27 അല്ല അവിടെ കോസ്റ്റ് ഉണ്ടാവുക. 27-ന് 2% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും, പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 27 രൂപ ഉണ്ടാവില്ല പെർ യൂണിറ്റിന്. നിങ്ങൾക്ക് 27-ന് 2% കുറച്ചിട്ട് ആയിരിക്കും കോസ്റ്റ് വരുന്നത്. അപ്പോൾ 27-ൻ്റെ 2% ഡിസ്കൗണ്ട് പോയാൽ ബാക്കി 26.46 ആണ് പുതിയ C എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി C മാറിയാൽ COക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, ബട്ട് CHന് മാറ്റം ഉണ്ടാകും. CH കാണുന്നത് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് കാണുന്നത് നമ്മൾ Cൻ്റെ ഇത്ര %, Iൻ്റെ 20% ആണ് നമ്മൾ CH കാണുന്നത്. അപ്പോൾ CH എന്തായിട്ട് മാറും? C ഇൻറ്റു I എന്ന് പറയുമ്പോൾ 26.46-ൻ്റെ 20% ആണ്. നേരത്തെ കണ്ടത് 27-ൻ്റെ, ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള CH എന്ന് പറയുന്നത് 27-ൻ്റെ 20% ആണ്. പക്ഷേ ഇവിടെ നമ്മളുടെ C മാറിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളുടെ C 26.46 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 20% ആണ് പുതിയ CH എന്ന് പറയുന്നത്, 5.292 ആയിട്ട് മാറും. ഓക്കെ, ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ളൂ. EOQ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇതാണ് EOQൻ്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാത്ത കേസസിലൊക്കെ ഇതാണ് ഇക്വേഷൻ. D/Q × CO + Q/2 × CH.
D/Q ഇൻറ്റു CO എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ്. ഇതിൽ ഈ ഒരു പാർട്ട് എന്താ? ഈ പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? D/Q ഇൻറ്റു CO. അതായത് D/Q എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള ഇക്വേഷനാണ്. ആ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു CO, ഒരു യൂണിറ്റിൻ്റെ ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റ്. അപ്പം D 18,000 ഡിവൈഡഡ് ബൈ Q 1,200 ആണ്. ആൻഡ് ഇവിടെ EOQ അല്ല നമ്മൾ എടുക്കുന്നത്, അത് നോട്ട് ചെയ്യുക. ഇവിടെ Q ആയിട്ട് നമുക്ക് 1,200, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 1,200 മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഈ ഒരു പാർട്ടിൽ. 1,200 ഇൻറ്റു CO 150, അതിൽ ചേഞ്ച് ഒന്നുമില്ല. പ്ലസ് ബാക്കി Q/2 ഇൻറ്റു CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് 5.292 ആണ്. അതിനെ ആവറേജ് ഇൻവെൻറ്ററി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Q 1,200 ആണ്. അപ്പം 1,200/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ഉണ്ടാവും. 600 ഇൻറ്റു 5.292 ആണ് അവിടെ ആൻസറായിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് ചെയ്താൽ കിട്ടുന്നത്, ഇത്രയും പാർട്ട് ചെയ്താൽ കിട്ടുന്നത് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റാണ്. പ്ലസ് C ഇൻറ്റു D, പർച്ചേസ് കോസ്റ്റാണ് C ഇൻറ്റു D എന്ന് പറയുന്നത്. C 26.46ഉം D 18,000. ഓക്കെ, അത് പർച്ചേസ് കോസ്റ്റും. ബാക്കി വരുന്നത് ആദ്യം ചെയ്തിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഒപ്റ്റിമൽ കോസ്റ്റ് എന്ന് പറയാൻ ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ആദ്യത്തെ കേസിൽ നമുക്ക് വന്നിട്ടുള്ളത് 4,91,400 ആണ്. ഏത് EOQ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ കോസ്റ്റ്. ആൻഡ് ഇൻ കേസ് ഓഫ് 1,200 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ 4,81,705 ആണ് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പം കുറവ് കോസ്റ്റ് ഏതിലാണ് വരുന്നത്? 1,200 ലോട്ട് എടുക്കുന്ന ഈ പ്രൈസ് ഡിസ്കൗണ്ട് വരുന്ന കേസസിലാണ് നമുക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അവിടെ കുറവായതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ആൻസർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്തതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, രണ്ടിലും നമ്മൾ കോസ്റ്റ് കണ്ടത് തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, കാരണം ഇതിൽ രണ്ട് മെത്തേഡിലും നമ്മൾ കാണുന്നുണ്ട്. EOQൻ്റെ കേസിൽ ടോട്ടൽ കോസ്റ്റ് കാണുന്നതുണ്ട്, ആൻഡ് അതല്ലാത്ത സിറ്റുവേഷൻസിൽ ടോട്ടൽ കോസ്റ്റ് കാണുന്നതുമുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതിൽ തന്നെ നിങ്ങൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണുന്നതും പിന്നെ ഹോൾഡിംഗ് കോസ്റ്റ് കാണുന്നതും അതൊക്കെ ഒന്ന് തറവായിട്ട് പഠിക്കുക. ഈ ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ ഏകദേശം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും.